ഒരു സമയത്ത് എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, നീ ഇന്ന് ആരാധനയ്ക്ക് വരും. ഞാൻ പറഞ്ഞു വരത്തില്ല. ഒടുവിൽ എൻ്റെ പിതാവിനെ വെട്ടിച്ച് ഞാൻ ഓടി ഏതാണ്ട് അങ്ങ് ശാലയം മർത്തോമ ചർച്ചിൻ്റെ മുന്നേ വരെ ചെന്നു. പക്ഷേങ്കിൽ എൻ്റെ പിതാവ് അന്ന് യൗവനക്കാരനായിരുന്നു. എൻ്റെ പുറകെ ഓടി എന്നെ പിടിച്ചോണ്ട് വന്ന് സൈക്കിളിൽ വെച്ച് എന്നെ സഭായോഗത്തിന് കൊണ്ടുപോയി ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ നേരെ ആരാധനയ്ക്ക് പോയി. അവിടെ ചെന്നു, ആരാധന ഇരുന്നു. സാക്ഷ്യത്തിനുള്ള സമയം വന്നപ്പോൾ ഞാൻ ആരും പറയാതെ ചാടി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. അപ്പോൾ എൻ്റെ അപ്പച്ചനും എൻ്റെ വലിയപ്പച്ചനും പാസ്റ്റർ എം ജോസഫും അവിടെ ഇരിപ്പുണ്ട്. അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റിട്ട് ഭയങ്കര അത്യുച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുന്നു. അവരുടെ സന്തോഷം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചത് ആറാട്ടുപുഴയ്ക്കും പുത്തൻകാവിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് ആദ്യമായിട്ട് ഞാൻ പബ്ലിക്കിൽ പ്രസംഗിച്ചത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായമാണ്. നയമാൻ്റെ കുഷ്ഠത്തെക്കുറിച്ചും അതിനോടുള്ള ബന്ധത്തിലാണ് സംസാരിച്ചത്. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ദൈവാത്മാവിൻ്റെ വലിയ പരിവർത്തനം ഉണ്ടാകുകയും അവിടെ വെച്ച് എനിക്ക് അഭിഷേകം പ്രാപിപ്പാൻ കർത്താവ് കൃപ തന്നു. ആദ്യമായിട്ട് ഞാൻ അന്യഭാഷയൊക്കെ കളിയാക്കിയിരുന്ന വ്യക്തി, എന്നാൽ അന്ന് ദൈവം തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു.